എന്താണ് ഇക്കാര്യത്തിൽ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് പറയാനുള്ളത് എന്ന് കൂടി കേൾക്കേണ്ടതുണ്ട്. ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണം എന്ന് തന്നെയാണ് നമ്മളെ എല്ലാവരുടെയും ആഗ്രഹം. അത്രയും വലിയ ദുരന്തമാണ് വയനാട്ടിൽ നടന്നിട്ടുള്ളത്. സർക്കാരുകൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു സഹായം എന്നുള്ള നിലയ്ക്ക് അവിടെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഞങ്ങളെ വയനാട്ടുകാരെന്നുള്ളതിൻ്റെ അഭിപ്രായം. പ്രകൃതി നിയമങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം തന്നെ അവർക്ക് അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. 500ഓളം ആളുകൾ ഒരുമിച്ച് ഒരു ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായിരിക്കുകയാണ്. ഇത് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കില്ലെങ്കിൽ പിന്നെ ഏതാണ് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ അവർ ഉദ്ദേശിക്കുന്നതാവോ? 500 അധികമാണ് ഇപ്പോൾ കണക്കിലുള്ളത്. ശരിക്കും 1000ൻ്റെ മുകളിൽ ആൾക്കാർ മരിച്ചിട്ടുണ്ടെന്നാണ് ശരിക്കുള്ള നിയമം. ദേശീയ ദുരന്തം പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പം പറയുന്നത് L3 കാറ്റഗറിയിൽ പ്രഖ്യാപിക്കാൻ പറ്റില്ല എന്ന്. ഒരു ഉപകാരമോ ഒരു കാര്യങ്ങളോ അവർക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. അതെല്ലാം കിട്ടുന്ന രീതിയിൽ ഒരു ദേശീയ ദുരന്തം പ്രഖ്യാപിച്ചിട്ട് ഇത് നല്ല രീതിയിൽ ചെയ്യണം. എന്താണ് അവർക്കൊരു ഉപകാരപ്പെടുന്ന രീതി, അതായത് ദുരന്തപ്പെട്ട ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഇത് മാറ്റിയെടുക്കണം എന്നാണ് നമ്മുടെ അഭിപ്രായം. ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ സാധാരണക്കാർക്കും ചെറുകിട ആൾക്കാർക്കും എന്തെങ്കിലും ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം തരപ്പെടുള്ളൂ. മുണ്ടക്കയിലും ചൂരൽമലയിലും കുറേ ആൾക്കാർ മരിച്ചുപോയി. അപ്പോൾ കേന്ദ്രത്തിൻ്റെ സഹായമെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ഡെവലപ്പാക്കാൻ പറ്റുള്ളൂ. എന്തായാലും കണ്ടറിഞ്ഞ് സഹായിക്കുക അത്രയാണ്. നമ്മൾ കേരളത്തിലെ ഏറ്റവും ഭയങ്കരമായ ഒരു ദുരന്തമാണ് നമ്മൾ കണ്ടത്. ആ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരന് കിട്ടുന്ന ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടും. അത് പ്രഖ്യാപിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഇയാൾ വന്ന് എല്ലാം കണ്ടുപോയതല്ലേ നരേന്ദ്രമോദി. എന്നിട്ട് ഇപ്പോൾ അത് പറയുമ്പോൾ ഭയങ്കര തെറ്റില്ല. ആളുകളെ വീടും ഇതൊക്കെ പോയി കിടക്കല്ലേ, എല്ലാവർക്കും നീതി കിട്ടണ്ടേ? അവർക്ക് അർഹതപ്പെട്ടത് അവർക്ക് കിട്ടണം. അതിന് വേണ്ടിയുള്ളത് ചെയ്യണം. ഏട്ടൻ തന്നെ അവിടെ പോയി നോക്കുമ്പോൾ ഏട്ടൻ തന്നെ മനസ്സിലാവില്ല കാര്യങ്ങൾ എന്താണെന്നൊക്കെ. അത്രയും അവസ്ഥ എല്ലാവരും. ലോകം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തമായിട്ടാണ് നമ്മുടെ വയനാട് ദുരന്തത്തിൽ നമ്മൾ കാണുന്നത്. അത് അവർക്ക് എത്രത്തോളം സഹായം കിട്ടുമോ അത്രയും കിട്ടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും ഞങ്ങളൊരു വയനാട്ടുകാരി എന്നുള്ള നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്.